ആ പ്രിയമുള്ളവരെ, ഞാൻ പറയാൻ വരുന്നത്, ഞാനിപ്പം മെമ്പർഷിപ്പ് അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു. അത് പോലീസ് സംബന്ധമായിട്ടുള്ളതും വേൾഡ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ നേരത്തെ ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം വേൾഡ് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ എനിക്ക് അദ്ദേഹത്തെ ഇഷ്ടപ്പെടാൻ കാരണം ഒത്തിരി മെറിറ്റ്സ് ഉണ്ട്. ആ മെറിറ്റ്സാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മുമ്പേ പറഞ്ഞത് ഫാൾസ് എന്നാണ്. കാരണം ഫാൾസായിട്ടുള്ള കാര്യമാണ് കാര്യമാണ് ഞാൻ ആ 4013 എന്ന് പറയുന്നത്. ഇനി മെറിറ്റ്സിൻ്റെ കാര്യം ഞാൻ പറയാം. അദ്ദേഹത്തെക്കുറിച്ച് പ്രേമചന്ദ്രനെക്കുറിച്ച് മറ്റ് പാർലമെൻറ്ററിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തിലെ 2 പാർലമെൻറ്ററിയന്മാരാണ് നല്ലതായി ശോഭിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ കറപ്ഷനൊന്നും ഇല്ലാതെ കൊണ്ടിരിക്കുന്ന ഒന്നാണ് പ്രേമചന്ദ്രൻ. 2 ശശി തരൂർ നല്ലതായിട്ട് പ്രസൻറ്റേഷൻ ചെയ്യുന്നുണ്ട്. ഇവർ രണ്ടുപേരുമാണ് നല്ലതായിട്ട് പ്രസൻറ്റേഷൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഷാഫി പറമ്പിലും ഒക്കെ നല്ല ഒരുവിധം നല്ലതായിട്ട് പോകുന്നു. പിന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ അവരുടേതായ ഭാഷയിൽ കൈകാര്യം ചെയ്യുന്നു. നമുക്ക് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്, ഞാൻ മിക്ക പാർലമെൻറ്റേറിയന്മാരും വിവാഹങ്ങൾ, അവരുടെ കുട്ടികളുടെ വിവാഹങ്ങൾ, മറ്റു കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് വലിയ ആർഭാടം കാണിക്കുമായിരുന്നു. അതേസമയം പ്രേമചന്ദ്രൻ്റെ കുടുംബത്തിലെ വിവാഹം ഞാൻ കണ്ടപ്പോൾ ഇച്ചിരി ലളിതമായ വിവാഹവും, അദ്ദേഹം ഒരു വലിയ ഈ പൈസ കൊണ്ട് ആറാട്ട് കാണിക്കാനൊന്നും പോയില്ല. അദ്ദേഹം ഒരു സാധാരണക്കാരനെ പോലെ ജീവിതം നയിക്കുക. ഒരു പടം ഇട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ മോനും മോളോ ആരാണ്ട് ഉള്ള ഒരു പടം ഇട്ടിരുന്നു, ഒരു പിക്ചർ ഇട്ടിരുന്നു. അല്ലാതെ പുള്ളി അത് കഴിഞ്ഞ സാധാരണ അവർ ജീവിതവുമായിട്ട് പോകുന്ന ഒരു സാധാരണ കുടുംബമാണ്. ഒരു നല്ല പാർലമെൻറ്റേറിയനാണ് അദ്ദേഹം. കാരണം അങ്ങനെയാണ് വേണ്ടത്. ഇന്ത്യയിലെ പാർലമെൻറ്റേറിയന്മാരും ഒക്കെ വേണം. പിന്നെ അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾ എന്താണ്? അദ്ദേഹം ഡെവലപ്മെൻറ്റ് എന്തൊക്കെ ചെയ്തു? തൻ്റെ പാർലമെൻറ്റ് അതിർത്തി വരുന്ന സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം നല്ല റോഡുകളും നല്ല നല്ല വികസന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. അതൊരു മെറിറ്റ്സാണ്. പിന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ, സാധാരണക്കാരുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ അദ്ദേഹം പരമാവധി ചെയ്യാവുന്നതെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ഇനിയിപ്പം എതിർ പാർട്ടികൾ അദ്ദേഹത്തിൻ്റെ ഇത് പറഞ്ഞയച്ചു ഇനി പിക്കൊന്നും ഇടണ്ട, അതുമല്ല വീഡിയോയും ഇടണ്ട. കാരണം അദ്ദേഹത്തിൻ്റെ കാര്യം നോക്കി നല്ല ഭംഗിയായിട്ട് പോകണം. അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ അവിടെ പാർലമെൻറ്റിൽ നല്ല കൃത്യമായിട്ട് കേരളത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ചും വയനാട് ദുരന്തങ്ങളെക്കുറിച്ചും എല്ലാം കൃത്യമായിട്ട് ഞാനിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. മറ്റുള്ളവരെക്കാട്ടി നല്ല കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. എനിക്ക് പ്രേമചന്ദ്രനോട് ഒരുപാട് താങ്ക്സ്, ഒരുപാട് നന്ദി. പിന്നെ ശശി തരൂരിനോട് ഒരുപാട് നന്ദി. ഷാഫി പറമ്പിൽ അദ്ദേഹം നല്ലതായിട്ട് ഇംഗ്ലീഷ് മനസ്സിലാകുന്ന ഭാഷയിൽ പ്രസൻറ്റേഷൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് നന്ദി. പിന്നെ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയും പറയണ്ടല്ലോ, അവർ നല്ല ഇതായിട്ട് അവരുടെ പ്രസൻറ്റേഷൻ നടത്തുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ അദ്ദേഹം ഇപ്പം എന്ന് പറഞ്ഞാൽ ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ആളാണെന്നൊക്കെയാണ് പറയുന്നെങ്കിലും അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസമുണ്ട് എന്ന് പറയുന്നത് ഗവേഷണ തന്നെയായിരുന്നു. അദ്ദേഹം എൻഫിൽഡുകാരനാണ്. അന്നേരത്തേക്ക് നല്ല എൻഫിൽഡ് എടുത്ത് പാസ്സായ ആളാണ്. ഗവേഷണത്തിന് വേണമെങ്കിൽ പോവാം, ഗവേഷണം പഠിച്ച ഡോക്ടറേറ്റും നേടാം. നമ്മളിവിടെ ഡോക്ടറേറ്റ് നേടിയവർ എത്ര പേര് നല്ലതായിട്ട് സംസാരിക്കുന്നുണ്ട്. പിന്നെ പ്രേമചന്ദ്രൻ അഡ്വക്കേറ്റ് കൂടെ, നല്ലൊരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ നല്ലതായിട്ട് പ്രശോഭിക്കുന്നുണ്ട് അദ്ദേഹം. അത് അത്രയൊക്കെ ഗുണമേന്മയൊക്കെ മതി. പിന്നെ ഞാൻ പറയുന്നത്, നമ്മുടെ ഇവിടെ മിക്കപ്പോഴും ഫിലിം ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് മിക്കപ്പോഴും വൻതുകകൾ ഈ വാങ്ങുന്നുണ്ട്. ഇത് നമ്മുടെ സർക്കാരുകൾ, ലോക്കൽ സർക്കാരുകൾ ഇതിന് ടാക്സ് ഒന്നും ഏർപ്പെടുത്തുന്നില്ല. ഷോർട്ട് ടാക്സ് ഒന്നും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രമേ ഏർപ്പെടുത്തുന്നുള്ളൂ. ബന്ധപ്പെട്ട അഭിനേതാക്കൾക്ക് പ്രൊഫഷണൽ ടാക്സ് അടയ്ക്കണം. അതായത് ബന്ധപ്പെട്ട ഇപ്പോഴത്തെ നിലവിലുള്ള താരിഫ് 1250 രൂപയിൽ നിന്ന് അത്
ഇതുപോലുള്ള ഫിലിം സ്റ്റാറുകൾക്ക് ഒരു വർഷം ചിലപ്പോൾ 2-3 പടങ്ങൾ എടുത്ത് നല്ലൊരു എമൗണ്ട് വാങ്ങുന്നുണ്ട്. ഈ 5 സ്റ്റാറോ ഇപ്പോൾ പറയുന്ന സൂപ്പർ സ്റ്റാറോ ഒക്കെ വാങ്ങുന്നുണ്ട്. നല്ല നേരം അവരുടെ ഇതനുസരിച്ചിട്ട് ഈ സംവിധായകന്മാർ ഇൻകം ടാക്സും പ്രൊഫഷൻ ടാക്സും കട്ട് ചെയ്ത് അത് ലോക്കൽ ബോഡികൾ ലോക്കൽ ബോഡികൾ മനസ്സിലാക്കണം. അവരുടെ താരിഫുകൾ ക്രമീകരിച്ച് എത്ര ആക്കണമെന്നുള്ളത് ക്രമീകരിച്ച് ബന്ധപ്പെട്ട അവർക്ക് ഈ സംവിധായകന്മാർക്ക് അല്ലെങ്കിൽ ഗവൺമെൻറ് അത് ബന്ധപ്പെട്ട പ്രൊസീഡിങ്സ് തയ്യാറാക്കി അവർക്ക് ഓർഡർ നൽകിയാൽ ഇൻകം ടാക്സും പ്രൊഫഷൻ ടാക്സും പിന്നെ മറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അതും സെസ് ഉണ്ടെങ്കിൽ സെസ്സോ അങ്ങനെയൊക്കെ പിടിച്ചാൽ നമുക്കൊരു എന്നാണെന്നറിയാം അവരുടെ ക്ഷേമത്തിനായിട്ടുള്ള ഫണ്ടുകൾ കൂടുതൽ കിട്ടിയാൽ അത് അവരുടേതായ കാര്യങ്ങൾക്ക് വിനിയോഗിക്കാനും അതുപോലെ രാജ്യത്തിൻ്റെ ചില കാര്യങ്ങൾക്കും ഒക്കെ വിനിയോഗിക്കാൻ ഈ ഫണ്ടുകൾ ഉപയോഗിക്കാം. അല്ലാതെ ഇവർ അവസാനം എല്ലാവർക്കും നാടിൻ നീളം നടന്ന് സഹായിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഫണ്ടുകൾ നല്ല ഇപ്പം കോടികൾ വാങ്ങുന്നുണ്ട്. 1.5 കോടി 2 കോടി വാങ്ങുന്നുണ്ട്. അതിൽ നോക്കിയിട്ട് ആ കോടികളുടെ ഒരു താരിഫ് നിശ്ചയിക്കണം. ആ താരിഫിൻ്റെ അനുസരിച്ച് അവരിൽ നിന്ന് ഈ പൈസ അത് എന്ന് പറഞ്ഞാൽ 20,000 രൂപ മാത്രമേ കൈ കൊണ്ട് കൊടുക്കാവുള്ളതുണ്ട്. ബാക്കിയുള്ളതെല്ലാം അക്കൗണ്ട് വഴി ബാങ്ക് അക്കൗണ്ട് വഴി കൈമാറാനാണ് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത്. എന്നാലേ നമുക്ക് ഇൻകം ടാക്സും പ്രൊഫഷൻ ടാക്സും ഒക്കെ നിശ്ചയിക്കാൻ കഴിയുള്ളൂ. അന്നേരം ഇവർക്ക് എത്ര രൂപ ഒരു വർഷം ഇവർക്ക് കണക്കാക്കാനും ഒക്കെ കഴിയുള്ളൂ. അന്നേരം 20,000 രൂപ കൊടുക്കുക, ബാക്കിയുള്ളതെല്ലാം ബാങ്ക് വഴി കൊടുക്കുക. മാനുവലായിട്ട് കൈസയോ കൈപ്പറ്റരുത്. കൈപ്പറ്റുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നേ ഞാൻ പറയുള്ളൂ. ഇതൊന്നും നമ്മുടെ നിയമസഭയിലോ പാർലമെൻറ്റിലോ ആരും അവതരിപ്പിക്കാറില്ല. വല്ലതും ഉണ്ടെങ്കിൽ ആ പ്രേമേന്ദ്രനും ശശി തരൂരും ഒക്കെ ഈ ഷാഫി പറമ്പിലൊക്കെ അറിയുള്ളൂ. പിന്നെ വടക്കേ ഇന്ത്യയിലോ ഉള്ളവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ABCD ഒന്നും അറിയില്ല. പഠിച്ചവരുണ്ട്, പക്ഷേ അവരുടെ ഒന്നും മനസ്സിലോട്ട് ഇതൊന്നും എത്തിയിട്ടില്ല. നമ്മുടെ ഇത് പഞ്ചവത്സര പദ്ധതികളൊക്കെ നടപ്പാക്കി 1996 കേരളമേ നടപ്പാക്കിയിട്ട് വരുന്നുള്ളൂ. മറ്റിടത്തൊന്നും ഈ ത്രിതല പഞ്ചായത്ത് രീതികളോ ഒന്നും വന്നിട്ടില്ല. അവിടെയൊക്കെ ഞാനും ഡൽഹിയിൽ പോയപ്പോഴത്തേക്ക് അവിടെ അത്യാവശ്യം വിദ്യാഭ്യാസം കിട്ടുന്നത് കുറച്ച് പിള്ളേർക്ക് മാത്രമാണ്. നമ്മുടെ ഇവിടെ വന്നതെന്ന് പറയുന്നത് SNDP ഒന്നുമല്ല. ഇവിടെ ക്രിസ്ത്യൻ മിഷണറിമാർ നല്ലതായിട്ട് അതെന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് മിഷണറിമാരും അതുപോലെ തന്നെ CMS എന്ന് പറയുന്ന ജർമ്മൻ മിഷണറിമാരും വന്ന് നല്ല വിദ്യാഭ്യാസപരമായി താഴേക്കിടയിലുള്ള ആൾക്കാർക്കും നല്ല വിദ്യാഭ്യാസം നൽകണമെന്ന് പറഞ്ഞ് സ്കൂളുകളും കോളേജുകളും ഒക്കെ കിട്ടിയതിൻ്റെ ഫലമായിട്ടാണ് ഇവിടുത്തെ വിദ്യാഭ്യാസപരമായുള്ള മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ SNDP NSSും ഒന്നും അല്ല. അത് കഴിഞ്ഞാണ് SNDP NSSും മറ്റ് സംഘടനകളും ഒക്കെ വന്നിട്ടുള്ളത്. അത് ക്രിസ്ത്യൻ മിഷന്മാർ അവർക്കൊരു കൺഗ്രാറ്റ്സ്. അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവർ അങ്ങനെയൊക്കെ ചില നടപടികൾ സ്വീകരിച്ചത് കൊണ്ടാണ് ഇന്ന് നമുക്ക് ഇത്രയും വിദ്യാഭ്യാസ നിലയിൽ മെച്ചപ്പെടുവാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ആരും നിസ്സാർഗം പറയാവുന്നതാണ്. അല്ലാതെ ചില വോട്ടിൻ്റെ ലക്ഷ്യം കണ്ടിട്ട് ചില കാര്യങ്ങൾ പറയുന്നെങ്കിൽ അതൊരു ഫാൾസാണ്. അതിലൊരു ഇതുമില്ല, അതിലൊന്നുമില്ല എന്നുള്ളത് നമുക്കറിയാം. പിന്നെ ഓരോ ഞാൻ പറയുന്നില്ല, കൂടുതൽ പറഞ്ഞാൽ അത് പിന്നീട് രാഷ്ട്രീയ വൈരാഗ്യമൊക്കെ ഉണ്ടാകേണ്ട ഗതികേട് വരും. ഞാൻ അതിനൊന്നും പറയുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് എന്നെ വർഗീകരിച്ചിട്ടുണ്ട്, എനിക്കതറിയാം. ജാതിപരമായി താഴ്ന്നതാണെന്നും മേൽന്നതാണെന്നും പിന്നീട് ഇതിലൊന്നും ഇപ്പം പെടാത്ത രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, എനിക്കതിലൊന്നുമില്ല. പിന്നെ എനിക്ക് കേരളത്തിലെയും കേന്ദ്രത്തിലെയും സർക്കാരിനോട് എനിക്ക് താല്പര്യമില്ല. ഞാൻ ഉള്ള കാര്യം പറയാമല്ലോ. ജനങ്ങൾക്കൊരു ഗുണവുമില്ലാത്ത കുറേ വാചകം പറഞ്ഞിട്ടോ കുറേ ഫ്രെയിം വർക്ക് നടത്തിയിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. ജനങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടിയാലേ അതിൻ്റെ ഗുണമുള്ളൂ.
എനിക്ക് പോലും ഞാൻ ഒരു എംപ്ലോയി ആയിരുന്നപ്പോഴത്തേക്ക് എൻ്റെ അവസ്ഥ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അതിനോടൊന്നും കൂടുതൽ പ്രതികരിക്കുന്നില്ല. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ അത് തന്നെയാണ്. എനിക്ക് കിട്ടേണ്ടത് പോലും പെൻഷൻ കഴിഞ്ഞ ശേഷമുള്ള കിട്ടേണ്ട പോലും മറ്റേ പ്രൊവിഡൻറ്റ് ഫണ്ടും മറ്റ് ആനുകൂല്യങ്ങളും കിട്ടേണ്ടതൊന്നും കിട്ടുന്നില്ല. ഞാൻ അവസാനം ആരോഗ്യ ഇൻഷുറൻസുമായിട്ട് അവിടെ ചെന്നപ്പോൾ ആസ്റ്ററിൽ ചെന്നപ്പോൾ അതുപോലും എടുക്കുന്നില്ല. അവർക്കാർക്കും വേണ്ട ഇത്. ഇപ്പം പിന്നീട് ആരാണ് പറയുന്നത് എടുക്കുന്നുണ്ടെന്ന് പറയുന്നത്. അന്നേരത്തേക്ക് പിന്നീട് അതിനെക്കുറിച്ചൊന്നും പറയണ്ട. എനിക്ക് അതിനോട് താല്പര്യവും ഇല്ല, പറയാൻ ഇഷ്ടവും ഇല്ല. ബാക്കിയുള്ളത് വരട്ടെ.